ദി ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ധനുഷ്കോടിയുടെ അവശേഷിക്കുന്ന ഓർമ്മകളിലേക്കാണ് ഈ ഒരു യാത്ര. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പട്ടണമയക്കമായിരുന്ന ധനുഷ്കോടിയുടെ ഇന്നത്തെ അവസ്ഥയാണിത്. ഒരൊറ്റ രാത്രി കൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കിയ, ഒരു നാടിനെ തന്നെ ഇല്ലാതാക്കിയ ഒരു ചുഴലിക്കാറ്റ്. 1964 ഡിസംബർ 22 തെക്കൻ ആൻഡമാൻ കടലിൽ ഒരു ന്യൂനമർദ്ദമായിട്ട് തുടങ്ങി. ദിവസങ്ങൾക്ക് ശേഷം അതിശക്തിപ്പെട്ട് അതിതീവ്ര ചുഴലിക്കാറ്റായി മാറി. ഡിസംബർ 22 അത് ശ്രീലങ്കൻ നഗരത്തെ തകർത്തതിന് ശേഷം ഇന്ത്യൻ തീരത്ത് എത്തുകയുണ്ടായി. മണിക്കൂറിൽ 240 കിലോമീറ്റർ വേഗതയിലുള്ള കൂറ്റൻ കാറ്റും തിരമാലകളും ധനുഷ്കോടി എന്ന നഗരത്തെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു. ഇതൊക്കെയാണ് പണ്ടത്തെ ധനുഷ്കോടിയുടെ അവശേഷിപ്പിക്കുന്ന ഓർമ്മകൾ. ഏകദേശം 2000-ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടമായി. അന്നത്തെ ഈ കാലത്ത് ഇന്ത്യയിലെ മദ്രാസിൽ നിന്ന് തുടങ്ങി പാമ്പൻ പാലം വഴി ശ്രീലങ്കയിലെ കൊളംബോ വരെ നീളുന്ന ബോട്ട് മെയിൽ എന്ന് വിളിക്കുന്ന ഒരു സർവീസ് ഉണ്ടായിരുന്നു. അന്നത്തെ ഈ ദുരന്ത രാത്രിയിൽ ട്രെയിനിൻ്റെ സിഗ്നൽ തകരാറുകളൊന്നും മനസ്സിലാവാത്ത ലോഗോ പൈലറ്റ് ട്രെയിൻ മുന്നോട്ടെടുക്കുകയും അതിലുണ്ടായിരുന്ന വിനോദസഞ്ചാരികളും തൊഴിലാളികളും അടങ്ങുന്ന 150ഓളം ആളുകൾ അന്ന് ഈ രാത്രിയിൽ മരണപ്പെടുകയും ചെയ്തു. അന്നത്തെ ആ ദുരന്ത രാത്രിക്ക് ശേഷം പാലം പൂർണ്ണമായും തകർന്നെങ്കിലും പിന്നീടത് പുതുക്കി പണിതെങ്കിലും ഇന്നും ഈ ഒരു ട്രാക്കിലൂടെ ട്രെയിൻ സർവീസ് നടത്തുന്നില്ല. ഇന്നും പാമ്പൻ പാലം മരിക്കാത്ത ഓർമ്മകളായി ഇന്നും നിലനിൽക്കുന്നു. ഇന്നെൻ്റെ യാത്ര ധനുഷ്കോടിയെ അറിയാനാണ്. യാത്രയെ സ്നേഹിക്കുന്ന നിങ്ങളെയും ഞാൻ എൻ്റെ ഒപ്പം കൂട്ടുന്നു. ഇറ്റ്സ് മീ ആദി. ഗുഡ് മോർണിംഗ് രാമേശ്വരം. ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ധനുഷ്കോടിയിലേക്ക്. ഇവിടെ നിന്നൊരു 20 കിലോമീറ്ററാണ് ധനുഷ്കോടിയിലേക്ക് ഉള്ളത്. ഞാനിവിടെ നിന്ന് നേരെ ധനുഷ്കോടിക്ക് പോകുന്നതിന് മുന്നേ തന്നെ രാമേശ്വരം ക്ഷേത്രത്തിലെത്തി. രാമേശ്വരം ക്ഷേത്രത്തിൽ കയറിയതിന് ശേഷമാണ് ധനുഷ്കോടിയിലേക്ക് പോകുന്നത്. ക്ഷേത്രത്തിൽ വീഡിയോ എടുക്കുന്നതിനൊന്നും പെർമിഷൻ ഇല്ല. നേരെ ഇവിടെ നിന്ന് ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രം കണ്ടതിന് ശേഷമാണ് ഞാൻ ധനുഷ്കോടിയിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് ധനുഷ്കോടിക്ക് 20 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട്. ധനുഷ്കോടിയിൽ പെട്രോൾ പമ്പ് കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങോട്ട് പോകുന്നവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രാമേശ്വരം ടെമ്പിളും ധനുഷ്കോടിയൊക്കെ ആയിട്ട് ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനങ്ങനെ ടെമ്പിളൊക്കെ കണ്ടിറങ്ങി. ഇവിടെ നിന്ന് നേരെ ധനുഷ്കോടിയിലേക്കാണ്. ടെമ്പിള് അടിപൊളിയാണ്. രക്ഷയില്ലാത്തൊരു ആംബിയൻസാണ്. ശരിക്കും ഈ ടെമ്പിളിൻ്റെ ഉള്ളിലൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അതെല്ലാവരും കാണിക്കാറ്. പക്ഷേ എൻ്റെ ഉള്ളിൽ വീഡിയോ ഷൂട്ടിങ്ങിനൊന്നും പെർമിഷൻ ഇല്ല. ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു അമ്പലമാണ്. അടിപൊളി. എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും ഒരു സമാധാനവും കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയറൊക്കെയാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ. ഇതൊരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ്. ഈ രാമേശ്വരം ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. സീതാദേവിയെ രാവണനിൽ നിന്ന് രക്ഷിച്ചതിന് ശേഷം പാപപരിഹാരത്തിനായി രാമേശ്വരത്ത് ഒരു ശിവലിംഗം സ്ഥാപിച്ചു. ആ ഒരു സ്ഥലത്താണ് ഇന്ന് ഈ രാമേശ്വരം ക്ഷേത്രം ഇരിക്കുന്നത്. രാവണനെ പരാജയപ്പെടുത്തിയ ശേഷം ശ്രീരാമൻ ധനുഷ്കോടിയിൽ തൻ്റെ ധനുസ് കടലിൽ ഇട്ടെന്നാണ് ഐതിഹ്യം പറയുന്നത്. അതുപോലെ തന്നെ ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന രാമസേതു എന്ന് പറഞ്ഞ പാലത്തിൻ്റെ തുടക്കവും ഇവിടെ നിന്നായിരുന്നു. ഇനി ഇവിടെ നിന്ന് ധനുഷ്കോടി എത്തുന്നവരെ ഇതുപോലെ തന്നെ റോഡാണ്. ഒറ്റ റോഡാണ്, സ്ട്രൈറ്റ് റോഡാണ് അവിടം വരെ. ഇന്ത്യയിലെ തന്നെ എല്ലാ ഭാഗത്തുള്ള ബൈക്ക് റൈഡേഴ്സൊക്കെ കൂടുതലും ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ഒറ്റ റോഡാണ്, നല്ല റൈഡ് ചെയ്യാൻ പറ്റിയ റോഡാണ്. കുറച്ചാണ് കഴിയുമ്പോൾ 2 സൈഡ് കടലും
സെൻട്രലിൽ ഈ റോഡും വരുമ്പോൾ ഭയങ്കര ഫീലാണ് ഇതിൽ റൈഡ് ചെയ്യാനായിട്ട്. ഈ ഒരു റോട്ടിൽ കൂടെ റൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വരെയും ഒരുപാട് റൈഡേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഇത് സ്ട്രൈറ്റ് റോഡായതുകൊണ്ട് കിലോമീറ്ററോളം നമുക്ക് റോഡ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സ്പീഡിലാണ് വണ്ടിയെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക്കും ഉണ്ട് ഈ ഒരു റോഡിൽ ഡ്രൈവ് ചെയ്യാനായിട്ട്. കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ഈ പച്ചപ്പൊക്കെ മാറിയിട്ട് ഫുൾ കടലിൻ്റെ വ്യൂ ആവും. ലെഫ്റ്റും റൈറ്റും കടലും സെൻട്രലിൽ ഈ ഒരു റോഡും. അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അടിപൊളിയാണ് ഈ റോഡിൻ്റെ രണ്ട് സൈഡും. ഇവിടെ ഒരു ബോർഡ് വച്ചിട്ടുണ്ട്, കോദണ്ഡരാമക്ഷേത്രവും അരിച്ചൽമുനയും. ഈ അരിച്ചൽമുനയിൽ ചെല്ലുമ്പോഴാണ് ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ഒരുമിക്കുന്ന ആ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ത്യയിലെ തെക്കേറ്റത്തെ ലാസ്റ്റത്തെ ഒരു സ്ഥലമാണ് അരിച്ചൽമുന എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കടലും പിന്നെ അപ്പുറത്തേക്ക് ശ്രീലങ്കയൊക്കെയാണ് വരുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താണ് നമുക്ക് പോകേണ്ടത്. ഈ ടെമ്പിളിന് ഒരുപാട് ചരിത്രങ്ങളുള്ള ടെമ്പിളാട്ടോ ഇത്. ശരിക്കും ഇവിടെ നിന്ന് ടെമ്പിൾ വരെയുള്ളൊരു റൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീൽ കിട്ടുന്നൊരു റൈഡാണ്. രണ്ട് സൈഡും കടലും ഒരു സെൻട്രിൽ കൂടെയാണ് ഈ ഒരു ടെമ്പിളിലേക്ക് പോകുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റും പിന്നെ ഒരു ഗോൾഡൻ ലൈറ്റൊക്കെ വന്നിട്ടേ ഇതിൽ റൈഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഫീലാണ്. ശരിക്കും ബൈക്ക് റൈഡേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു ക്ലൈമറ്റും ഭയങ്കര ഒരു ഫീലും കിട്ടുന്ന റോഡ് തന്നെയാണ് കേട്ടോ ഇത്. രാമായണമൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുള്ളൊരു ക്ഷേത്രമാണിത്. ഇതിൻ്റെ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കോദണ്ഡരാമർ ക്ഷേത്രം. ഞാൻ 2-3 തവണ പറഞ്ഞ പിന്നെയാണ് എനിക്ക് പേര് പറയാൻ പറ്റിയത്. 1964 ധനുഷ്കോടിയിലുണ്ടായ അതിഭീകരമായ ചുഴലിക്കാറ്റ് ധനുഷ്കോടിയെ മൊത്തത്തിൽ തകർത്ത് കളഞ്ഞെങ്കിലും ഈ ഒരു ക്ഷേത്രം മാത്രം അന്നും യാതൊരു തരത്തിലുള്ള കേടുപാടും കൂടാതെ നിലനിന്നു എന്നുള്ളതാണ് സത്യം. 1964 ഇവിടെ ഉണ്ടായ ദുരന്തത്തിൽ അവശേഷിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ധനുഷ്കോടിയിലെ പഴയ കാലത്തെ പ്രൗഢി ഇപ്പോഴും ഈ ക്ഷേത്രത്തിൽ വന്നാൽ കാണാൻ പറ്റും. കാരണം അത്രയ്ക്കും തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ ഇന്നും ഉള്ളത്. ശ്രീരാമൻ വിഭീഷണന് രാജാഭിഷേകം നടത്തിയത് ഈ ക്ഷേത്രത്തിൽ വച്ചാണെന്നാണ് ചരിത്രം. ശരിക്കും ഒരു ക്ഷേത്രം ഒരു അത്ഭുതം തന്നെയാണ്. ആ മഹാമാരിയിൽ ഒരു കേടുപാടും പറ്റാതെ ഇങ്ങനെ പിടിച്ചു നിന്നതും ഈ ധനുഷ്കോടിയൊക്കെ ഇന്നും ഒരു പ്രൗഢിയിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത്. ഭക്തർ അത്രയും ഇപ്പോഴും വരുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ. ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും ഹനുമാനുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ചരിത്രപ്രധാനമായ റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും റെയിൽവേ സ്റ്റേഷൻ്റെ അവശേഷിക്കുന്ന കുറച്ച് ഓർമ്മകൾ മാത്രമാണ് അവിടെ ഉള്ളൂ. ഓരോ വർഷം കഴിയുന്തോറും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അന്നത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ. ചെറിയ ചെറിയ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതാണ് ചരിത്രത്തിലൊക്കെ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു വാട്ടർ ടാങ്ക്. ഈ ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ അന്നത്തെ കാലത്ത് കരിങ്കല്ല് കൊണ്ടാണ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഈ ഒരു രീതിയിലെങ്കിലും നിലനിൽക്കുന്നത്. കാലത്ത് തീവണ്ടികൾ ഓടിക്കൊണ്ടിരുന്നൊരു ട്രാക്കാണിത്. ഇന്ന് ഇതൊക്കെ വെറും ഓർമ്മകൾ മാത്രമാണ്. റെയിൽവേ സ്റ്റേഷൻ്റേതെന്ന് പറയാൻ അവശേഷിക്കുന്ന ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളൂ. കാലങ്ങൾ കഴിയുന്തോറും ഇതും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ചർച്ച് വരുന്നത്. നമുക്കിനി നേരെ ചർച്ചിലും കൂടി ഒന്ന് പോയി നോക്കാം. ഒരു കാലത്ത് ധനുഷ്കോടിയിലെ ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥന ചൊല്ലി ബലിയർപ്പിച്ചൊരു ബലിപീഠമാണ്. ഇന്നിത് ആർക്കും വേണ്ടാതെ ഒരു അനാഥപ്രദമായിട്ടാണ് കിടക്കുന്നത്. അന്നുണ്ടായ ആ ചുഴലിക്കാറ്റിന് ശേഷം പള്ളിയുടേതെന്ന് പറയാൻ അവശേഷിക്കുന്നത്
ഇത്ര മാത്രമാണ്. ഇതിൻ്റെ ചരിത്രത്തിലേക്കൊക്കെ പോയാൽ ഈ ഒരു പള്ളി ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നിർമ്മിച്ചതാവാനാണ് സാധ്യത കൂടുതലെന്നാണ് പറയുന്നത്. ഒരു കാലത്ത് ഈ നഗരം ശ്രീലങ്കയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നുകൊണ്ട് ഈ പള്ളിയും വളരെ സജീവമായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളിൽ ജീവിച്ച ഒരു കൂട്ടം മനുഷ്യരുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പള്ളിയും ഈ ഒരു അൾത്താരയും എല്ലാം. ഒരുപക്ഷെ അന്ന് ആ മഹാമാരി സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഏറ്റവും തിരക്കുള്ളൊരു സ്ഥലമായി ധനുഷ്കോടി മാറിയേനെ. ധനുഷ്കോടി എന്നത് ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകളുടെ സ്വപ്നങ്ങൾ നിറവേറ്റാതെ പോയ ഒരു കണ്ണീർ കടൽ കൂടിയാണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് കുറേയെല്ലാം ഇതിൻ്റെ ചരിത്രമാണ്. ഇനി നമുക്കിവിടെ ധനുഷ്കോടിയിൽ വന്നാൽ ഇനി കാണേണ്ടത് യഥാർത്ഥമായ ധനുഷ്കോടിയുടെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ജീവിതമാണ്. പിറന്ന നാട്ടിൽ തന്നെ ജീവിച്ചു തീർക്കുന്ന കുറേ ആളുകൾ. நீங்க என்ன வேலை செய்துட்டு இருக்காங்க? இங்க வாங்க காட்டுறோம். இது வந்து கடல்ல வந்து கண்டெய்னர் தாண்டி இதுல வந்து ஒதுங்குனது இந்த பாசி அதை அரிச்சுக்கிட்டு. அது எதுக்காக? இந்த கேரளா டீம்ல கப்பல் தாக்கத்துல அது வந்து ஒப்பள பண்ணிட்டாங்கல்ல. இந்த வாட்டர் கேன் செய்றாங்கல்ல, தண்ணி குடிக்கிற கேன் இதுல பண்றது. ഉപജീവനത്തിന് വേറൊരു മാർഗവുമില്ലാതെ കടൽ തീരത്ത് പ്ലാസ്റ്റിക് മുത്തുകൾ പെറുക്കി ജീവിക്കുന്ന ഒരുപാട് ആളുകളെയും നമുക്കിവിടെ കാണാം. വിശപ്പിൻ്റെ വില അറിയാവുന്ന ഇവർക്ക് വെയിലിൻ്റെ ചൂടോ കടലിൻ്റെ കാറ്റോ ഒന്നും അവർക്ക് പ്രശ്നമേ അല്ല. ഇവർ മാത്രമല്ല, കൊച്ചു കുട്ടികൾ വരെ അവരുടേതായ ജോലികൾ ചെയ്ത് ഇവിടെ ജീവിച്ചു പോകുന്നു. ഇവിടെ നിന്ന് കിട്ടുന്ന ഞണ്ടെല്ലാം ഇവിടെ തന്നെ അവർ വിറ്റ് തീർക്കുകയാണ് ചെയ്യുന്നത്. പുതിയ തലമുറ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുമ്പോൾ ആരോടും ഒരു സങ്കടവും പറയാതെ ചിരിച്ച മുഖത്തോടുകൂടി അവരുടെ അന്നത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന കുറേ കുട്ടികളും. ധനുഷ്കോടിയിലെ ആ ദുരന്ത രാത്രിയെ നേരിൽ കണ്ടവരാണ്. അവരോടത് ചോദിക്കുമ്പോൾ സങ്കടങ്ങൾ മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. पुरुषोत्तम हमारा नाम 1964 में वो रात को 12 बजे का बारिश हवा समुद्र साइक्लोन में धनुष्कोडी खत्म हो गया. वो धनुष्कोडी टू मरे लोकल ट्रेन पूरा आदमी मर गया. पूरा मर गया. एक आदमी कुछ भी नहीं करेगा. ഈ ഒരു സ്ഥലം താമസയോഗ്യമല്ല എന്ന് അറിഞ്ഞിട്ടും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ജീവിതത്തിലെ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടും ഇന്നും ഇവരിൽ പലരും ഇവിടെ താമസിക്കുന്നു. ഇന്ന് ധനുഷ്കോടിയിലെ ജീവിതം എന്ന് പറയുന്നത് ഇവിടുത്തെ ടൂറിസ്റ്റുകളുടെ കച്ചവടം തന്നെയാണ്. ഈ ടൂറിസ്റ്റുകളോടെ ഇല്ലായിരുന്നെങ്കിൽ ഇത് ശരിക്കും ഒരു പ്രേതനഗരം തന്നെയായത്. ധനുഷ്കോടിയിൽ വരുമ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ഉണ്ട്. ഇവിടുത്തെ ഫിഷ് ഫ്രൈ. അത് ഫേമസ് ആണ് ഇവിടുത്തെ ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞാൽ. ഫിഷ് ഫ്രൈ ഇവിടെ നമുക്ക് ഇവർ തന്നെ കുറേ മീനുകളുണ്ട്. എല്ലാത്തരം മീനുകളും ഇവിടെ ഉണ്ട്. ഞണ്ട്,
എല്ലാ ഐറ്റംസും ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത സാധനം അവർ ക്ലീൻ ചെയ്ത് മസാല തേച്ച് നമുക്ക് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്ത് തരുന്നതാണ്. ഇവിടുത്തെ ഫേമസ് ആണ്. ഇവിടെ ഫുഡിങ്ങിൽ ഏറ്റവും ഫേമസ് ആയ ഒരു ഇതും കൂടിയാണ് ഇവിടുത്തെ ഫിഷ് ഫ്രൈ. നിങ്ങൾ ഇനി ധനുഷ്കോടിയിൽ വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ഫിഷ് ഫ്രൈ കൂടി മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. மீன் ரெடி பண்ணி நாங்கள் கொடுக்குறோம். ഇതെന്താ മീനമ്മ? இது சங்கரா, இது பாறை. സങ്കറ. பாறை. இது பாப்லெட்டு, ബ്ലാക്ക് പാപ്ലെറ്റ്. ഞാൻ ഫിഷ് ഫ്രൈ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുപ്പിക്കുന്ന ഫിഷ് ഫ്രൈ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇല വന്നു ഫിഷ് ഫ്രൈ. ഞാൻ കൊഴുവയാണ് ഓർഡർ ചെയ്തത്. ഇവിടെ കൊഴുവാന്ന് പറഞ്ഞത്. എനിക്ക് പേര് മനസ്സിലാവാത്തതുകൊണ്ടാണോ ഇനി ഇവിടെ ആ മീൻ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും അത് ഓർഡർ ചെയ്തേണ്ടത് ലൈവായിട്ട് മസാല തേച്ച് ഇങ്ങനെ കല്ലിലൊക്കെ നമുക്ക് ലൈവായിട്ട് ഉണ്ടാക്കണേ കാണാം. ഓൾറെഡി ചോറിൻ്റെ കൂടെ തന്നെ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും വരുന്നുണ്ട്. അമ്മ ഇത് എന്ത് മീൻ? ഇത് കൊഴുവ. അപ്പോൾ എനിക്ക് പേര് മാറിപ്പോയതല്ല, ഇതിന് കൊഴുവാന്ന് തന്നെയാണ് പറയണത്. ഇവിടുത്തെ കൊഴുവ എങ്ങനെയാണ്. ഇനി ഇവിടുത്തെ പോകുന്നത് നേരെ അരിച്ചൽമുനയിലേക്കാണ്. ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ഒരുമിക്കുന്ന ഒരു അപൂർവ കാഴ്ചയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ അരിച്ചൽമുനൈ. ഇന്ത്യയുടെ ഒരറ്റത്തേക്കാണ് നമ്മൾ പോകുന്നത്. ചർച്ചിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററിനടുത്തുണ്ട് അരിച്ചൽമുനയിലേക്ക്. കടലിൻ്റെയൊക്കെ ശരിക്കും ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഇവിടെ വരണം. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് 2 സൈഡിലും ഒരുപാട് കാഴ്ചകളുള്ള സ്ഥലമാണ്. കടലിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ച് ശരിക്കും ഒരു റൈഡ് ചെയ്യാൻ പറ്റുന്ന റോഡ് തന്നെയാണിത്. 2 സൈഡും കടലാണ്. ഈ കടലിലൊക്കെ ഇടയ്ക്ക് ഡോൾഫിനെ കാണാനെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും ഇവിടെ സൂര്യാസ്തമയം കാണാനാണ് വരേണ്ടത്. സൂര്യാസ്തമയ സമയത്ത് ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ശരിക്കൊന്ന് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇവിടുത്തെ ഒരു സൂര്യാസ്തമയമൊക്കെ. വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അരിച്ചൽമുന വരെയുള്ള ഈ പോകുന്ന റോഡിൽ 2 സൈഡിലും നമുക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെ കൊച്ചിയിൽ നിന്ന് തുടങ്ങി യാത്ര അരിച്ചൽമുന വരെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് അരിച്ചൽമുന. ഇന്ത്യയുടെ ഒരറ്റം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സ്ഥലത്തെ. എനിക്ക് ശരിക്കും ഇത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ ഒരു യാത്ര തന്നെയായിരുന്നു. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഇവിടം വരെ എത്തിയെന്നുള്ളത്. കാരണം ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു ധനുഷ്കോടി യാത്ര. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ എടുത്തത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ അരിച്ചൽമുനയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് എത്രമാത്രം ദൂരം ഉണ്ടെന്നുള്ളത്. 30 കിലോമീറ്റർ മാത്രം ദൂരം മാത്രമാണ് ഉണ്ടായിരുന്നത്. 1964 ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുന്നേ വരെ പാമ്പമ്പാലവും ധനുഷ്കോടിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ശ്രീലങ്കയിലേക്ക് ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നതാണ്. അതായത് ധനുഷ്കോടി വരെയാണ് ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ശ്രീലങ്കയിലേക്ക് കപ്പൽ വഴി പോയിട്ട് ശ്രീലങ്കയിൽ നിന്ന് കൊളംബോയിലേക്കൊക്കെ വീണ്ടും ട്രെയിൻ സർവീസ്, ബോട്ട് മെയിൽ എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ടായിരുന്നു. രാമായണവുമായി ഈ ഒരു സ്ഥലത്തിന് ഒരുപാട് ബന്ധമുണ്ട്. രാമനെ തോൽപ്പിച്ച ശേഷം ശ്രീരാമൻ കൊളംബോയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങാൻ ഉപയോഗിച്ചൊരു സ്ഥലമാണിത്. അതുപോലെ തന്നെ രാമൻ സീതയെ തട്ടിക്കൊണ്ടു പോയപ്പോൾ ശ്രീരാമനും വാനരസേനയും ലങ്കയിലേക്ക് പോകാനായിട്ട് നിർമ്മിച്ച പാലമാണിതെന്നാണ് ഐതിഹ്യം. അതായത് ഈ ഒരു പാലത്തെ രാമസേതു എന്നും അഥവാ ആദം ബ്രിഡ്ജ് എന്നുമാണ് വിളിക്കുന്നത്. വാനരന്മാർ ഓരോ കല്ലിലും രാമ എന്ന് എഴുതി കടലിലേക്ക് എറിയുകയും ആ കല്ലുകൾ പൊങ്ങി ഇവർക്ക് പോകാനുള്ള പാലമായി മാറിയെന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. ധനുഷ്കോടിയിലേക്ക് യാത്ര ചെയ്യുന്നവരോട് ഇത് വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകളുടെ നിറവേറ്റാൻ കഴിയാതെ പോയ ഒരു സ്വപ്നത്തിൻ്റെ കടൽ കൂടിയാണിത്. ഇറ്റ്സ് മീ ആദു സൈനിങ് ഓഫ് ധനുഷ്കോടി.